ഇന്നത്തെ റെസിപ്പി ചെറുപയർ കൊണ്ടായാലോ. ആദ്യം തന്നെ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായതുകൊണ്ട് അതിന് മാറ്റി കൊടുക്കുന്നുണ്ട്. ചെറുപയർ നന്നായി കഴുകിയിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലോട്ട് 2 പിടി അളവിൽ നാളികേരം, ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി, ഒരു 7-8 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യാനുസരണം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അധികം അരിഞ്ഞ പോണ്ട, ഇതുപോലെ അരിഞ്ഞ് കിട്ടിയാൽ മതി. ചെറുപയർ അപ്പോഴേക്കും വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് മത്തനാണ്. കട്ട് ചെയ്തെടുത്ത മത്തനും ചേർത്ത് ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. എൻ്റെ കുക്കറിൻ്റെ വിസിൽ കുറച്ചു നേരം കൂവൽ കൂടുതലാണ് കേട്ടോ. മത്തനൊക്കെ നന്നായി വെന്തിയിട്ടിട്ടുണ്ട്. അരച്ചെടുത്ത നാളികേരും കുറച്ച് ഉപ്പ് പോരത്തിൻ്റെ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നനച്ച് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഇട്ട് നന്നായി ചൂടാക്കിയ ശേഷം ഒരു 4-5 വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കറികൾ വെക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മത്തനും ചെറുപയറും കറി റെഡി. അപ്പോൾ എങ്ങനെയാ, ട്രൈ ചെയ്യല്ലേ?